പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. യേശുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു പ്രദേശത്തെ ആദിവാസികൾ ചെന്നായ്ക്കളെ പിടിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അവർ ചെന്നായ്ക്കളെ പിടിക്കുക. അതായത് അവർ ഈ കൂർത്ത കുന്തം, മൂർച്ച വെപ്പിച്ച കൂർത്ത കുന്തം, അതിൽ അവർ നന്നായിട്ട് ഉണങ്ങിയ മാംസ കഷ്ണങ്ങൾ, ഇപ്പോൾ കോഴിയുടെയോ പശുവിൻ്റെയോ ഉണങ്ങിയ മാംസ കഷ്ണങ്ങൾ നന്നായിട്ട് ചുറ്റി അതിൽ അവർ കാടിൻ്റെ ഒരു ഭാഗത്ത് ആ കുന്തം കുത്തി ഇറക്കി വയ്ക്കും. എന്നിട്ട് അവർ മാറി നിൽക്കും. കുറേ കഴിയുമ്പോൾ, സന്ധ്യയായി കഴിയുമ്പോൾ, ഇതിൻ്റെ ആ കൊതിയൂറുന്ന മണം കിട്ടിയിട്ട് ചെന്നായ്ക്കൾ വളരെ ആർത്തിയോടുകൂടി ഇതിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ നിലത്ത് കുന്തം കുത്തി ഇറക്കി വച്ചിരിക്കുകയാണ്. അതിൻ്റെ ബ്ലേഡ് പോലെ മൂർച്ചയുള്ള ഭാഗത്ത് ഈ ഉണങ്ങിയ ഇറച്ചിയുടെ കഷ്ണം ചുറ്റി വച്ചിരിക്കുകയാണ്. ഇതറിയാതെ, ഇതിൻ്റെ അപകടം അറിയാതെ ഈ ചെന്നായ്ക്കൾ വന്നിട്ട് വളരെ ആർത്തിയോടെ കൊതിയോടെ ഈ ഇറച്ചി അവർ നുണയും, അത് ഭക്ഷിക്കും. ഇതിൻ്റെ അതിൻ്റെ ആ പ്രലോഭനത്തിൽ പെട്ട് ഈ ചെന്നായ്ക്കൾ അറിയാതെ ഇതിങ്ങനെ തിന്നു കൊണ്ടിരിക്കും. ഈ ഇറച്ചി ഈ കുന്തത്തിൽ കുത്തിവെച്ചിരിക്കുന്ന, അതിൻ്റെ മൂർച്ചയുള്ള ഭാഗത്ത് ചുറ്റി വെച്ചിരിക്കുന്ന ഇറച്ചി തീർന്നു കഴിയുമ്പോൾ പിന്നെ അതറിയുന്നില്ല. അതിൻ്റെ വായിൽ ഈ മൂർച്ചയേറിയ ഈ വശം കൊണ്ട് അതിൻ്റെ വായ മുറിഞ്ഞ് പിന്നെ എല്ലാം മറന്ന് ഈ ചെന്നായ കുടിക്കുന്നത് തൻ്റെ തന്നെ ചോരയാണെന്ന് അവർ മനസ്സിലാക്കില്ല. എന്തായിരിക്കും പിന്നീട് സംഭവിക്കുക എന്നറിയാമോ? ഈ എല്ലാം മറന്ന് ഈ ലഹരിയിൽ ഇങ്ങനെ ഇരുന്ന് സ്വന്തം രക്തം തന്നെയാണ് ഇവർ ഇങ്ങനെ ഊറ്റി കുടിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവസാനം ഇവ തളർന്ന് വീണ് ചാവുകയാണ്. ഈ സമയത്ത് ഒളിച്ചിരിക്കുന്ന ഈ ചെന്നായയുടെ ഭക്ഷണപ്രിയരായിട്ടുള്ള ആദിവാസികൾ വന്ന് അവ എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് അവർ അത് ഭക്ഷിക്കും. നമ്മുടെ ഇവിടെ നമുക്ക് ആട്ടിറച്ചിയും അതുപോലെ മറ്റ് ഇറച്ചികളൊക്കെ പ്രിയം ഉള്ളതുപോലെ ചെന്നായ ഇറച്ചിയിൽ പ്രിയമുള്ള ആൾക്കാരുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെ പറയുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന, നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലതരത്തിലുള്ള ആസക്തികൾ, ദുശീലങ്ങൾ നമ്മളെ പലതരത്തിൽ അടിമപ്പെടുത്തുന്നുണ്ട്. നമ്മളെല്ലാം മറന്ന് ആ ദുശീലങ്ങളിൽ, ആ ആസക്തികളിൽ, ആ ദുസ്തഴക്കങ്ങളിൽ നമ്മളെല്ലാം മറന്ന് ലയിച്ചിരിക്കുകയാണ്. നമുക്ക് വരാൻ പോകുന്ന ദുഃഖങ്ങളോ ദുരന്തങ്ങളോ തിരിച്ചറിയാതെ നമ്മളങ്ങനെ മയങ്ങി ആ പാപത്തിൽ ഇങ്ങനെ കിടന്ന് നമ്മളെ സ്വന്തം നാശം നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറവുകളുണ്ട്. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ദൗർബല്യങ്ങൾ, ബലഹീനതകളുണ്ട്. അത് നാം മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് എൻ്റെ ബലഹീനത, എന്താണ് എൻ്റെ കുറവ്, എൻ്റെ ഇത് തിരിച്ചറിഞ്ഞ്
അതിനെതിരെ നാം പോരാടേണ്ട ഒരു ആവശ്യമുണ്ട്. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വിശുദ്ധനാണ് സെയിൻറ്റ് അഗസ്റ്റിൻ. സെയിൻറ്റ് അഗസ്റ്റിൻ തൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം പാപജീവിതത്തിൽ ജീവിച്ചവനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നാണെങ്കിൽ അദ്ദേഹം വിവാഹം കഴിക്കാതെ തന്നെ ഒരു സ്ത്രീയിൽ നിന്ന് ഒരു പുത്രൻ ജനിക്കുകയും ഏറ്റവും ഒരു മനുഷ്യന് ആസ്വദിക്കാവുന്ന എല്ലാ സുഖങ്ങളും താൻ ആസ്വദിച്ചു അനുഭവിച്ചു എന്ന് തൻ്റെ കുമ്പസാരം എന്ന പുസ്തകത്തിൽ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയ മാതാവായ വിശുദ്ധ മോനിക്ക നീർ വാർത്ത് കരഞ്ഞ് നേടിയെടുത്തതാണ് വിശുദ്ധ അഗസ്തീനോസിനെ. ഒരിക്കൽ ഈ എല്ലാവിധത്തിലുള്ള ആസക്തികളിലും മുഴുകി സ്വയം മറന്നിരുന്ന അഗസ്തീനോസിന് അപ്പോഴും സ്വന്തമായിട്ട് യഥാർത്ഥത്തിലുള്ള ആത്മീയമായ സന്തോഷമോ സമാധാനമോ ലഭിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ഒരിക്കൽ വീട്ടിൽ തൻ്റെ മുറിയിൽ വളരെ ദുഃഖിച്ചും വിഷമിച്ചിരിക്കുന്ന അഗസ്തീനോസിന് തൻ്റെ അമ്മ എടുത്തു വെച്ച വിശുദ്ധ ഗ്രന്ഥ ഭാഗം അത് എടുത്തു വായിക്കൂ അപ്രകാരം ഒരു ഉൾപ്രേരണ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ദൈവവചന ഭാഗം ഇപ്രകാരം: റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11 മുതൽ വാക്യങ്ങളാണ്. അതിൽ ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഈ ദൈവവചന ഭാഗം ഹൃദയത്തിലെ അദ്ദേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഈ ദൈവത്തിൻ്റെ വചനം കടന്നു അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ ആരംഭമായിരുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വചനഭാഗം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കുമ്പോൾ ഓർക്കുക, ഈശോ നമ്മളോടും സംസാരിക്കുന്നില്ലേ? ഇന്നീ കാലത്തിൻ്റെ ഈ കുത്തൊഴുക്കിൽപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തിന്മയ്ക്ക് നാം അടിമകളാണോ എന്നൊന്ന് ചിന്തിച്ചേ. എങ്കിൽ നമുക്ക് സ്വതന്ത്രരാവണ്ടേ? ഈശോയുടെ പൊന്നുമക്കളെ, നമ്മൾ ഈ കർത്താവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നമ്മൾ പറയും. ദൈവം കരുണാമയനാണ്, ദൈവം ക്ഷമിക്കുന്നവനാണ്. ശരിയാണ്. പക്ഷേ എങ്കിൽ പാപത്തിൽ നമ്മൾ തുടരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ രീതിയിൽ നമുക്കതിൻ്റേതായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളും ദുഃഖങ്ങളും തീർച്ചയായിട്ടും കടന്നു വരാൻ സാധ്യതകളുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം റോമ 2:9-10 ഇപ്രകാരം പറയുന്നു: തിന്മ ചെയ്യുന്നവർ ഏതൊരുവരും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും ക്ലേശവും ദുരിതവും ഉണ്ടാകും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമ്മൾ അവസാന പ്രവാചകനായിട്ട് എടുക്കുന്ന സ്നാപ യോഹന്നാൻ്റെ സുവിശേഷം 3:36 ഇപ്രകാരം പറയുന്നുണ്ട്: പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കയില്ല, ദൈവകോപം അവൻ്റെ മേൽ ഉണ്ട്. കണ്ടോ? നമ്മൾ പറയും ദൈവം കരുണാമയനാണ്, ദൈവം ശിക്ഷിക്കില്ല, പഴയ നിയമത്തിലെ ദൈവമല്ല പുതിയ നിയമത്തിലെ ദൈവം എന്നൊക്കെ പറയും. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു
നാം നമ്മെ ഇപ്പോൾ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള തിന്മകളെ നാം അതിജീവിച്ചില്ല എങ്കിൽ നിശ്ചയമായും നമുക്ക് അപകടങ്ങളുണ്ടാകും. ഇതാ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാവും. വരാനിരിക്കുന്ന ലോകത്ത്, സ്വർഗത്തിൽ ഇതാ ഒരു നിത്യവിദ്യാളനായ ഈശോയുടെ മുമ്പിൽ നാം നിർത്തപ്പെടുമ്പോൾ അവിടെയും നമുക്ക് സ്വർഗരാജ്യം നിഷേധിക്കപ്പെടും. ഈശോ തന്നെ അത് പറയുന്നുണ്ട്. ഈശോയുടെ പൊന്നുമക്കളെ, ഇതാ കപട ജീവിതം നയിക്കുന്നവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. ലൂക്ക 20:47 ഈശോ മുന്നറിയിപ്പ് തരികയാണ്. കപട ജീവിതം നയിക്കുന്നവർക്ക് കർത്താവ് പറയുകയാണ്, ഇതാ അവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. ഈശോയുടെ പൊന്നുമക്കളെ, ഇതാ ഈശോ ഒരിക്കൽ പറഞ്ഞില്ലേ, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വലിയ സന്തോഷമാണ്. നമ്മൾ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐശ്വര്യത്തോടെ, സമ്പന്നതയിൽ ജീവിക്കണമെന്ന് ദൈവത്തിന് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. പക്ഷേ നാം തന്നെ നമ്മുടെ നാശത്തിൻ്റെ കുഴി നമ്മൾ കുഴിക്കുകയാണ്. എങ്ങനെയാണ്? പാപങ്ങൾ ചെയ്ത്, എങ്ങനെയാണ് ദുശീലങ്ങളിൽ, ദുസ്തഴക്കങ്ങളിൽ ഇതാ നമ്മൾ മുഴുകിക്കൊണ്ട്. ഈശോ പറഞ്ഞില്ലേ, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമായിരിക്കുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് പതിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും ഈശോ പറഞ്ഞിട്ടില്ലേ? ഈശോയുടെ പൊന്നുമക്കളെ, അതിനാൽ നമുക്ക് തിന്മയായിട്ടുള്ള എല്ലാ വഴികളെയും നമുക്ക് ഉപേക്ഷിക്കാം. കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ മുഴുവനായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ സുഖം എന്തെന്ന് അനുഭവിച്ചറിയുവാനായിട്ട് ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനുമായിട്ട് ബന്ധമില്ലാത്തതെല്ലാം പാപമാണ് എന്ന് ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കുന്നു. കർത്താവേ, നിത്യജീവനുമായി ബന്ധമില്ലാത്ത എല്ലാത്തിനെയും ഉപേക്ഷിക്കുവാൻ, ഉച്ചിഷ്ടം പോലെ കരുതി അവയെ ഉപേക്ഷിക്കുവാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, തിന്മയെ പാടെ വെടിയുവാനും അങ്ങയുടെ പ്രിയ മകനായി, മകളായി മാറാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ നന്ദി. കർത്താവേ, മഹത്വം ദൈവമേ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഈശോയെ ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ അങ്ങയുടെ സ്നേഹം ആസ്വദിക്കുവാനും കർത്താവെ, അങ്ങയുടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന സുന്ദരമായൊരു ജീവിതം നയിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സങ്കീർത്തൻ പറയുന്നത് പോലെ കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ് ജീവിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് ഈ മനുഷ്യ ആയുസ്സിൽ അവിടുന്ന് തരണമേ. കർത്താവെ, അങ്ങ് കരുണ കാണിക്കണേ. കർത്താവെ, ഞങ്ങളുടെ എല്ലാ ബലഹീനതകളും കുറവുകളും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. തിരിച്ചോരോണ്ട് കഴുകണമേ. ഈശോയെ വിശുദ്ധീകരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.